എനിക്ക് തോന്നില്ല ഭൂട്ടാനിൽ ഇത്രയും മഴ പെയ്തിട്ടുണ്ടെന്ന് മുമ്പ്. നമ്മൾ വന്നപ്പോൾ കറക്റ്റ് ഭയങ്കര സീൻ മഴ. Day 2 ആയിരിക്കുകയാണ്. നല്ല രസമുണ്ട് ബാൽക്കണി വ്യൂ ഒക്കെ. ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് തിരിച്ചെത്തിയിട്ട് ബാൽക്കണി വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ നേരെ തിംഫുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളും കാര്യങ്ങളായിരിക്കും പോകുന്നതായിരിക്കും കാണാൻ പറ്റും. റെഡിയായി. ഇപ്പം സമയം 8:30. നമ്മൾ പുറത്ത് ബാൽക്കണിയിലുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. സംഭവം എന്ന് വെച്ചാൽ മഴയുണ്ട്. ഇനി സൈറ്റ് സീക്കൊക്കെ എന്താവുമെന്ന് അറിയില്ല. കാണിച്ചു തരാം ഒരു മിനിറ്റ്. കണ്ടോ നമ്മുടെ ബാൽക്കണിയിലുള്ള വ്യൂ. ഇത് പ്രിട്ടിമാ. മഴ നിന്നു എന്ന് വിചാരിച്ചതാണ്. നല്ല കിടിലൻ മഴ. ഓ മൈ ഗോഡ്. എങ്ങനെയായിരിക്കും സൈറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല അല്ലേ? മഴ. എനിക്ക് തോന്നില്ല ഭൂട്ടാനിൽ ഇത്രയും മഴ പെയ്തിട്ടുണ്ടെന്ന് മുമ്പ്. നമ്മൾ വന്നപ്പോൾ കറക്റ്റ് ഭയങ്കര സീൻ മഴ. രാവിലെയൊക്കെ ഇങ്ങനെ വെള്ളം പോലും ഇല്ലാത്ത അരുവിയൊക്കെ ദാ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആദ്യം ഇട്ടേക്കുന്ന ഷൂ. നമ്മളെല്ലാവരും വൈറ്റ് കളറാണ് ഇട്ടിരിക്കുന്നത്. കഴിയുമ്പോൾ മഴയൊക്കെ പെയ്തിട്ട് എന്തായിരിക്കും കണ്ടറിയാം. മഴ. Tempo. Okay. Yes. So it will almost take like 5 to 6 hours. Okay. So on the way we have to stop for lunch and we have 2 sightseeing. Okay. On the way. We will just stop there. Okay. നമ്മുടെ ഗൈഡ് ബോളിവുഡ് സോങ്സിൻ്റെ ഭയങ്കര ഫാനാണ്. ആ നിമിഷത്തിൽ അത് നമ്മൾ മനസ്സിലാക്കി. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പാക്കിയിട്ട് കുറച്ച് സൈറ്റ് സീങ്സ് ഒക്കെ കാണാനായിട്ട് നിർത്തി. കുറേ ഒരേ ഇടത്താണെങ്കിൽ നമ്മൾ മടുത്തു പോലും. ദൂരെ കാണുന്നത് ഇവിടുത്തെ ഓരോ ടൗണുകളാണ് കേട്ടോ. ഗ്രീൻ കളർ റൂഫുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെയും റെഡ് കളർ റൂഫുള്ളതൊക്കെ പ്രൈവറ്റിൻ്റെയാണ് ഭൂട്ടാൻ വീടിൻ്റെ വെച്ച് നോക്കുമ്പോൾ. പുറത്ത് നല്ല തണുപ്പ്, നല്ല തണുപ്പ്. മഴത്തുള്ളിയൊക്കെ വീണ് നമ്മുടെ ഇടയ്ക്ക് ഇരുന്ന് ഇപ്പം ആ കാഴ്ച കണ്ടിട്ട് തിരിച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. മഴയാണൊരു പ്രശ്നം. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ ജേർണി കണ്ടിന്യൂ ആക്കുമ്പോഴാണ് ഗൗതം പറഞ്ഞത് കേട്ടിട്ട് തണുപ്പടിക്കാതിരിക്കാൻ മാസ്ക് ഇട്ടിരിക്കുന്ന റീന. കൂടെ തുമ്മലും ഉണ്ട്. തണുപ്പ് സഹിക്കാൻ വയ്യാതെ ബാക്കിലിരിക്കുന്ന ആർജി. അത് മസാല ടീയാ? ഇവിടുത്തെ സ്നാക്സുകൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അതേ സ്നാക്സുകൾ. നമ്മുടെ നാട്ടിലെ പേരും ഇവിടുത്തെ പേര് എന്താണെന്ന് ചോദിച്ചറിയുന്ന പൊടിമോളയാണ് ഈ കാണുന്നത്. പിന്നെ സ്നാക്സൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും ജേർണി കണ്ടിന്യൂ ആക്കി. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. മലകളും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഒത്തിരി സ്ഥലത്തൊന്നും നിർത്താനായിട്ടൊന്നും പറ്റില്ല. നമ്മൾ പയ്യെ കണ്ട് വളവൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഛർദ്ദിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് കൂടുതലാണ്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കുറച്ചധികം ദൂരമുണ്ട് നമ്മുടെ യാത്ര. പക്ഷേ കാണുന്ന കാഴ്ചയൊക്കെ നല്ല ഭംഗിയുള്ളത് കാരണം നമ്മൾ അത്രയും ക്ഷീണം അങ്ങോട്ട് മനസ്സിലാവില്ല. ചില സ്ഥലത്തൊക്കെ ഇവരുടെ ഫ്ലാഗ്സ് കെട്ടിയിരിക്കുന്ന കാണാൻ പറ്റും. അതിനൊക്കെ ഓരോ മീനിങ് ആണ് കേട്ടോ. ഗൈഡിൻ്റെ അടുത്ത് നമ്മൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് ചില ഏരിയയിൽ ആക്സിഡൻറ്റ്സ് ഒക്കെ പണ്ട് കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവും. അവിടേക്ക് ഫ്ലാഗ് കെട്ടിയതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഫുഡ് കഴിക്കാൻ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ വന്നിരിക്കുന്നു. ഇതാണ് ലൊക്കേഷൻ. നല്ല തണുപ്പുണ്ട്. ഹൈവേ ഹോസ്റ്റൽ എന്ന് പറയുന്ന കടയിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബട്ടർ ടീക്ക് സുജ എന്നാണ് കേട്ടോ പറയുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ നെയിമുകൾ. ഇതാണ് നമ്മൾ എമാദാഷ്ടി എന്തോ ഇത് ദാറ്റ്സി എമാദാറ്റ്സി ബീഫ് പോർക്ക് പിന്നെ എന്തോ ഒരു കറി എൻ്റെ കൂടെ വരും. എമാദാഷ്ടി കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചൊക്കെ? ടേസ്റ്റി. ഇതാണ് ബട്ടർ ടീ. ബട്ടർ ടീ നല്ല ഫ്ലേവർ ഉള്ള ഒരു കിടിലൻസ് ആണ്. കുറേ പച്ചമുളകാണ് അടുത്ത തിംഫുവിലോട്ട് പോവാം. യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു മലയാളികളെ പരിചയപ്പെട്ടു. എവിടെ പോയാലും മലയാളികളുണ്ടല്ലോ ദൈവം. അങ്ങനെ നമ്മുടെ മലയാളികളെയൊക്കെ മീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല കിടിലൻ റോഡ് വന്നത്. നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു റോഡും ഈ ഒരു ഫുൾ അറ്റ്മോസ്ഫിയറും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഗൈഡിനെ കുറച്ച് മലയാളമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കല്ലുരുണ്ട് വീഴും.
3 മൗണ്ടൻസും മീറ്റ് ചെയ്യുമ്പോൾ 3 മൗണ്ടൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീമൻസ് ഉണ്ടാവും. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്തൂപ്പാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ പാറോ റിവറും തിംഫു റിവറും മീറ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. സോ ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ ഗൈസ്, വെരി വെരി കോൾഡ്. ഇവിടെ ചുമന്ന് ഭയങ്കര തണുപ്പുണ്ട് ഗൈസ്. ഹോട്ടലെത്തിയിരിക്കുന്നു. ദിസ് ഇസ് വെയർ വി സ്റ്റേ. This is hi. Welcome tea. This is the welcome tea. ഇതൊരു ബുദ്ധിസ്റ്റ് ഗോഡ്. ഓക്കെ, നമ്മളിവിടെ മുറിയിലെത്തി. തുറക്കാൻ ശ്രമിക്കുന്നു. റേന കുറേ ശ്രമിക്കുന്നു, തുറക്കുന്നില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ ഓക്കെ, നമ്മുടെ മുറി. തറയിലാണോ ബെഡ്? വ്യൂ വല്ലതും ഉണ്ടോ നോക്കട്ടെ. റെയിൻബോ വെൽക്കമിങ് us with a rainbow. Look, look, look. ഇപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നതാ. പുറത്ത് പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനം കാണിച്ചു തരാം. സൂപ്പർ മാർക്കറ്റ് 8 മണിക്ക് ഇവിടെ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഇത് വാങ്ങി. ഒരു ബ്ലൂബെറി ചീസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതും ഡീലക്സ് ചോക്ലേറ്റ് സാൻഡ്വിച്ച്. രണ്ടും ഒരു നല്ല ടേസ്റ്റാണ്. നമുക്കിതാ കുറച്ചും കൂടി ഇഷ്ടമായത്. ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ ഇനിയും നമ്മൾ ഉച്ചയ്ക്ക് രാത്രി പോകും. അപ്പം ആ ഐറ്റംസും കൂടി ഒന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് വീഡിയോ ബാക്കി കാണിച്ചു തരാം. നമുക്ക് നമ്മളിവിടെ എന്താ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നൈറ്റിലെ ഫുഡൊക്കെ നമ്മുടെ പാക്കേജിൻ്റെ കൂടെ ഉണ്ട്. സോ വെറൈറ്റി സാധനം ഉണ്ട്. ചിക്കൻ ഉണ്ട്, ഗോബി ഉണ്ട്, പിന്നെ ഒരു വെണ്ടയ്ക്കേണ്ട ഒരു കറി, ദാലുണ്ട്, ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്. ഇപ്പോൾ സ്കുട്ട് എങ്ങനെയുണ്ട് അർജി? ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. നമ്മൾ തിംഫുവിൽ ഇങ്ങനെ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു. നാളെ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത്. രാത്രി ടൗണിൽ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നല്ല മഴയുണ്ടായി. ഇപ്പോൾ നാളെ വൈകുന്നേരം വരുന്ന വഴിക്ക് അവർ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നാളെ നമ്മൾ ടൗൺ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യും. സോ ഇന്ന് ഇത്രയായിരുന്നു. തിംഫുവിലേക്ക് എത്തി. നല്ല തണുപ്പുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് 12-11 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റഡ് ആവും, പ്രശ്നമില്ല. ഇനി ബാക്കി തിംഫു വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ കാണാം.